പോകാൻ കുട്ടിയാണെങ്കിൽ കുറെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. പക്ഷെ അവതരിപ്പിച്ചത് ഞാൻ അറിയില്ല. അല്ല, ഇതല്ല വീട്ടിലെ കാര്യങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളും അവർക്ക് ഉൾക്കൊണ്ടിട്ട് പഠിക്കണം എന്നുള്ള ചിന്താഗതി വന്ന് അല്ലാണ്ട് ഈ 1 മുതൽ 2 മുതൽ 7 വരെ പഠിച്ചിട്ട് അതിൻ്റെ ടീച്ചേഴ്സും മറ്റൊക്കെ നമ്മൾ വന്നിട്ട് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ പ്രശ്നമില്ല, ആയിക്കോട്ടെ അവനെ പറ്റിട്ടല്ലേ എന്നുള്ളത് ഞങ്ങൾക്ക് സമാധാനം. പിന്നെ അതൊന്നുമില്ല. പിന്നെ എന്തിനാണ് 3 കൊല്ലം അവിടെ 9, 10 അവിടെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഓരോ അങ്ങനെ 2 മുതൽ തന്നെ ഒരു ഭാഗത്തുനിന്ന് ആരെങ്കിലും അവരെ പിന്നെ അവരുടെ സുഹൃത്തുക്കളൊക്കെ ഒരു സ്നേഹിതനാണല്ലോ ഇവന്. 2 ക്ലാസ് മുതൽ 7 ക്ലാസ് വരെ അവൻ്റെ തോട് കളിച്ച് കുട്ടിയായി ചെയ്തത്. അത് നമ്മൾ ഈ അക്രമവാസന ഇത്രയും മക്കൾ കിട്ടാൻ കാരണം രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നാണെന്നുള്ള വ്യക്തിപരമായ അത് കണ്ടിടത്തോളം കേട്ടോളം ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ഒരു അവധി വരിക എന്നുള്ളത് തീർച്ചയായിട്ടും ശരിക്കും ഗൗരവമായിട്ട് കാണുന്നില്ല. ഇത് എനിക്ക് ഇതിൻ്റെ വേദന അനുഭവിക്കുന്ന എനിക്കും എൻ്റെ ഭാര്യ ഇനി നാളെ എന്താവും തകർന്ന് ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കാൻ പോകുന്ന സമയത്ത് എന്തായി കഴിഞ്ഞാലും മനസ്സിൽ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് എൻ്റെ പിള്ളേർ ഞാൻ പുറത്ത് പോകേണ്ട, നിങ്ങൾ ഇവിടുന്ന് ഭക്ഷണം റെഡിയാക്കി തരാം. പല തവണ ഞാൻ വീട്ടിൽ ഭക്ഷണം റെഡിയാക്കി തരാം. ഇനി പുറത്ത് പോയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടൊന്നും കഴിക്കുന്നില്ല. എൻ്റെ കഴിയാവുന്ന ചിലവിൽ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ അവിടെ ഭക്ഷണം റെഡിയാക്കി അത്ര വലിയ ഞാൻ ചെയ്തിട്ടാണ് കെയർ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇന്നിപ്പോൾ എന്ന് ചെറിയ അനിയൻ പഠിക്കുന്ന സ്കൂളിൽ ഒരു കരഞ്ഞു വിടുന്ന അത്രയും കാര്യങ്ങൾ ഞാൻ രാവിലെ പോകുമ്പോൾ പറയും, എൻ്റെ ഭാഗത്ത് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നമുക്ക് അറിയണം, അല്ലെ വികൃതി കളിച്ചോ. ഒരു രക്ഷിതാവിനും ഒരു വേദന ഉണ്ടാകാൻ പാടില്ല. അവൻ്റെ കുട്ടീനേക്ക് അവർക്ക് വലുതായിരിക്കും. എൻ്റെ കുട്ടി അവരെ വേദന ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടിൽ പോയി പറഞ്ഞാൽ വേദന ആക്കി. അതൊരു വേണ്ടെന്ന് വെച്ച് ഞാൻ മിസ്സിനോട് തന്നെ പറയും, എന്തുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കൂടി അറിയിക്കാം, എന്നാൽ പിന്നെ അന്നേരം അവിടെ വെച്ച് തീർക്കാമല്ലോ. അതല്ല ഇപ്പൊ സമൂഹത്തിൽ നടക്കുന്നത്. പേരൻസ് ഉണ്ടെങ്കിൽ ഒരു പ്രചോദനം കൊടുക്കുക, ഇങ്ങനെ ചെയ്തോ തിരിച്ചു വെച്ചിട്ടേ വരാവൂ എന്നുള്ളൊരു സന്ദർഭത്തിൽ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് പുറങ്ങാട് സ്കൂളിലൊക്കെ നടന്ന് ഈ കുട്ടികൾ തന്നെ ഈ 5 പേര് അതിൽ ഉൾപ്പെട്ട ആളുകളാണെന്ന് പറയുന്നത്. ഇന്ന് ഇപ്പോൾ അന്ന് അവർ കോമ്പസ് കൊണ്ട് കല്ലുകൊണ്ട് അടിച്ചു. ഇന്നിപ്പോൾ അവർ ചെയ്താൽ എന്താ, ഒരു കുട്ടിയുടെ ജീവനോട് എടുത്തു കഴിഞ്ഞു. അന്നൊരു തടട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ സംഭവം ഉണ്ടാവും. ഇനിയിപ്പോൾ നാളെ പോലെ കോളേജിലേക്ക് പോയിട്ട് ഈ തോക്കുമായിട്ട് പോയി 4-5 എണ്ണത്തിനെ വെടിവെച്ച് ഇതന്നെ അവസ്ഥയിലും ഉണ്ടാവാം. രക്ഷിതാക്കൾക്ക് പോയി അവനവൻ്റെ കുട്ടി പോയെന്നില്ല വേറെ ആർക്കും സഹിക്കാൻ. എനിക്കിത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ നിന്ന് നിൽക്കുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങളെ നമ്മോട് വിരിഞ്ഞു പോയി നമ്മുടെ സമ്മതം പിന്നെ വീണ്ടും എന്ത് ചെയ്യുക, ഒറ്റ ടയർഡായി വരിക ചെയ്യും. ആരോട് പറയാൻ നമ്മൾ അല്ലെ അതിന് മാത്രം പിടിപാടും കാര്യങ്ങളുള്ള ആളുകളായിരിക്കും. നീതി കിട്ടുമോ എന്നറിയില്ല. എന്നാലും നമ്മൾ ഒറ്റക്കാണെങ്കിൽ നമ്മൾ പറഞ്ഞു നോക്കുന്നുണ്ട്, കിട്ടുമായിരിക്കും. ഞാൻ ഇന്നലെ ഇത് കേട്ടോടി നമ്മൾ ആകെ തകർന്നു. 5 കുട്ടികൾക്ക് അടുത്ത വർഷം ഒരു എക്സാം എഴുതിക്കോട്ടെ. എൻ്റെ മകന് പോയില്ലേ, അന്ന് ഹോൾ ടിക്കറ്റ് ഉമ്മൻ്റെ കൈ കൊണ്ടുപോയി കൊടുത്ത് പറഞ്ഞാൽ ചെറിയ കൈ കൊടുക്കാൻ കയറി കളയുന്നു. അത്രയും നമ്മൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു.
ഞാൻ തന്നെ ട്രെയിനിലുണ്ട് കണ്ടക്ടർ ട്രെയിനാണ് കാസർഗോഡ് അമ്പലത്തിലൊരു സ്ഥലമുണ്ട് ഏകദേശം ട്രെയിൻ പോകണം ഇപ്പൊ രണ്ടാമത് ഇപ്പൊ നടന്ന മാരകാര്യങ്ങളൊക്കെ സാധനം കൊണ്ടുവന്ന ആരായി കഴിഞ്ഞാൽ ഏത് രക്ഷിതാവിനെ അവരുടെ കുട്ടി എത്രയും കിട്ടുന്നത് എത്ര തന്നെ ആയി കഴിഞ്ഞാൽ ഓക്കെ അവൻ തെറ്റ് ചെയ്തവനെ ശിക്ഷിച്ച് കഴിഞ്ഞാൽ ഇത് തുടരില്ല. അതിന് ഇവരെ ആക്കിക്കൊണ്ടില്ല. ഇന്നിപ്പോൾ ഞാൻ ചെയ്ത 1000 കൊണ്ടുപോലെ ഒന്നും പ്രയോജനം കിട്ടില്ല. അന്ന് നേരെ കുറച്ച് കേസോ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യം പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയിട്ട് പ്രശ്നം വരുന്നില്ല. നിയമപരമായിട്ട് ആളറിഞ്ഞതിന് പ്രശ്നം ഉണ്ടായി.